കളംകാവലിൻ്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ടീസറാണ് ഇറങ്ങിയത്. പക്ഷേ ടീസർ ഇറങ്ങിയപ്പോഴും ട്രെയിലർ ഇറങ്ങിയപ്പോഴും മമ്മൂട്ടീനെ സെയിം ടൈമിലാണ് കാണിക്കുന്നത്. ആ ലാസ്റ്റത്തെ ഒരു സീനിൽ ടീസറിലാണ് ഒരു കുറച്ച് നേരം കൂടെ മമ്മൂട്ടീനെ കാണിക്കുന്നത്. പക്ഷേ ലുക്ക് എൻ്റെ അമ്മോ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. വില്ലനാണെങ്കിൽ കലക്കും. അത്രയും കിടിലനായിട്ടാണ് പുള്ളിയുടെ മുഖത്തെ ഭാവം കാണിക്കുന്നത്. കളങ്കാവലിൻ്റെ അർത്ഥം രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് കളത്തിന് കാവൽ നിൽക്കുന്നുണ്ട്, അതായത് പാടത്തിന് കാവൽ നിൽക്കുന്നതും. പിന്നെ തെക്കൻ കേരളത്തിൽ, അതായത് കന്യാകുമാരി ജില്ലയിലൊക്കെ അവിടുത്തെ അമ്പലത്തിൽ ശത്രു നിഗ്രഹം നടത്തുന്ന കാളിയുടെ ആ ഒരു ആചാരത്തിനും ആണ് കളങ്കാവൽ എന്ന് പറയുന്നത്. ഇവർ സൈനയുടെ മോഹൻ്റെ കഥയാണെന്ന് പറയുന്നു. പക്ഷെ ഇവരൊന്നും പുറത്ത് വിട്ടിട്ടില്ല. സൈനയുടെ മോഹൻ എന്ന് പറഞ്ഞാൽ കൊടും കുറ്റവാളിയാണ്. ഏകദേശം പുള്ളിയുടെ കണക്കനുസരിച്ച് 32 പേരെ കൊന്നിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നത്. പോലീസിൻ്റെ കണക്ക് 26ആണ്. അത്ര ഒരു ക്രൂര കുറ്റവാളിനെ മമ്മൂട്ടി സ്ക്രീനിൽ അവതരിപ്പിച്ചത് കലക്കും. പക്ഷേ ഇതുവരെ അത് ആയിട്ടില്ല, അത് അവർ പുറത്ത് വിട്ടിട്ടില്ല. സൈനൻ മോഹൻ്റെ കഥയാണെന്ന്. ഏതായാലും സംഗതി ഒരു ക്രൈം ത്രില്ലർ തന്നെയാണ്. കളറിങ്ങും ഇല്ല, അത് കുറുപ്പ് സിനിമയുടെ ഒരു കളറിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ലെവലായിരിക്കും പടം. ഏതായാലും ട്രെയിലർ അടിപൊളി. ടീസറിനേക്കാളും കിട്ടിയിട്ടുണ്ട്. വിനായകനാണ് മെയിൻ റോൾ ചെയ്തെന്ന് തോന്നുന്നു. ഏതായാലും വിനായകൻ മമ്മൂട്ടി കാണാൻ കാത്തിരിക്കുന്നു. കളങ്കാവൽ.